ആലപ്പുഴ മാന്നാറിൽ ഇറച്ചിക്കട ഉടമയുടെ മകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 15 വർഷം തടവും പിഴയും ശിക്ഷ. തെക്കേക്കര സ്വദേശികളായ രാധാകൃഷ്ണനെയും സുഭാഷ് കുമാറിനെയുമാണ് ചെങ്ങന്നൂർ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2018 കേസിനാസ്പദമായ സംഭവം. ഇറച്ചിക്കോഴിക്കടയിൽ കൊടുത്തതിന്റെ പണം നൽകാൻ വൈകിയതിനെ തുടർന്നായിരുന്നു കൊലപാതക ശ്രമം. മാന്നാർ കുറ്റിയിൽ മുക്കിന് സമീപം പ്രവർത്തിച്ചുവരുന്ന ഫ്രണ്ട്സ് ചിക്കൻ സെന്റർ സ്ഥാപനത്തിന്റെ ഉടമയുടെ മകൻ വസീം അഫ്സലിനെ പിക്കപ്പ് വാൻ ഉപയോഗിച്ച് ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നായിരുന്നു കേസ്. ചിക്കൻ സ്റ്റാൾ ഉടമ തമിഴ്നാട് സ്വദേശി മുഹമ്മദ് ഗനിയും ഒന്നാം പ്രതി രാധാകൃഷ്ണനുമായി പണമിടപാടുകൾ ഉണ്ടായിരുന്നു. ഇറച്ചിക്കോഴി നൽകിയ വകയിൽ ലഭിക്കാനുള്ള പണം ആവശ്യപ്പെട്ടാണ് രാധാകൃഷ്ണനും സുഭാഷും കടയിലെത്തിയത്. മുഹമ്മദ് ഗനി കടയിലില്ലാതിരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുരുകേശൻ എത്തിയാൽ പണം നൽകാമെന്ന് വസീം പറഞ്ഞു. പ്രകോപിതരായ ഇരുവരും വസീമിനെ ഇടിക്കുകയായിരുന്നു. എറണാകുളത്തെ MBA വിദ്യാർത്ഥിയായിരുന്നു വസീം. സംഭവത്തിൽ വസീമിന്റെ വലതുകാൽ അസ്ഥിയടക്കം പൂർണ്ണമായി ഒടിഞ്ഞു ചതഞ്ഞ് വേർപെട്ടു പോയിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കൊടുവിൽ വലതുകാൽ മുറിച്ചുമാറ്റി കൃത്രിമക്കാൽ പിടിപ്പിച്ചിരിക്കുകയാണ്. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 18 സാക്ഷികളെ വിസ്തരിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ 30ഓളം രേഖകൾ ഹാജരാക്കി. പ്രോസിക്യൂട്ടറുടെ പ്രത്യേക അപേക്ഷയിൽ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം വസീമിന് മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ലീഗൽ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കേസിൽ കോടതി ഇപ്പോൾ 7 വർഷം പ്രധാന ഒഫൻസിന് 7 വർഷം ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ കേസിലെ വിക്ടിമായിട്ടുള്ള വസീം അഫ്സലിന് നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയോട് കോടതി ശുപാർശ ചെയ്തു. കേസിൽ 2 പ്രതികളും കുറ്റക്കാരെന്ന് കണ്ട് പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചെങ്ങന്നൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വീണ VS ആണ് ശിക്ഷ വിധിച്ചത്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.